എല്ലാവർക്കും നമസ്കാരം. ഇന്ത്യൻ എയർഫോഴ്സിൽ ഒരു സ്ഥിര ജോലി നോക്കുന്നവർക്ക് പുതിയ റിക്രൂട്ട്മെന്റ് നോട്ടിഫിക്കേഷൻ വന്നിരിക്കുകയാണ്. മെയിൽ കാൻഡിഡേറ്റ്സിന് ഫീമെയിൽ കാൻഡിഡേറ്റ്സിന് അപ്ലൈ ചെയ്യാം. ഡിഗ്രിയാണ് ക്വാളിഫിക്കേഷൻ ആയിട്ട് പറഞ്ഞിരിക്കുന്നത്. നമുക്ക് വന്നിരിക്കുന്ന റിക്രൂട്ട്മെന്റിന്റെ കംപ്ലീറ്റ് ഡീറ്റെയിൽസ് നോക്കാം. റിക്രൂട്ട്മെന്റിലേക്ക് 20 മെയ് 2026 മുതൽ 19 ജൂൺ 2026 വരെ ഓൺലൈനായിട്ട് അപ്ലൈ ചെയ്യാൻ സാധിക്കുന്നതാണ്. സോ നമുക്ക് 3 എൻട്രി ആണ് വന്നിരിക്കുന്നത്. ഒന്ന് അപ്കാറ്റ് എൻട്രി, 2 NCC എൻട്രി, 3 ഗേറ്റ് സ്കോർ എൻട്രി. അപ്കാറ്റ് എൻട്രിയിലേക്ക് 3 ബ്രാഞ്ചുകളുണ്ട്. അതിൽ ഒന്നാമത്തെ ബ്രാഞ്ച് ഫ്ലൈയിങ് ബ്രാഞ്ചാണ്. ഫ്ലൈയിങ് ബ്രാഞ്ചിലേക്ക് ഡിഗ്രി ഉള്ളവർക്ക് അപ്ലൈ ചെയ്യാം. മെയിൽ കാൻഡിഡേറ്റ്സിനും ഫീമെയിൽ കാൻഡിഡേറ്റ്സിനും അപ്ലൈ ചെയ്യാം. ഗ്രൗണ്ട് ഡ്യൂട്ടി ടെക്നിക്കലിലേക്ക് എഞ്ചിനീയറിംഗ് പഠിച്ചവർക്ക് അപ്ലൈ ചെയ്യാം. മെയിൽ കാൻഡിഡേറ്റ്സിനും ഫീമെയിൽ കാൻഡിഡേറ്റ്സിനും അപ്ലൈ ചെയ്യാം. ഗ്രൗണ്ട് ഡ്യൂട്ടി നോൺ ടെക്നിക്കലിലേക്ക് ഡിഗ്രി പഠിച്ചവർക്ക് അപ്ലൈ ചെയ്യാം. മെയിൽ കാൻഡിഡേറ്റ്സിനും ഫീമെയിൽ കാൻഡിഡേറ്റ്സിനും അപ്ലൈ ചെയ്യാം. സോ അടുത്ത എൻട്രി എന്ന് പറയുന്നത് NCC എൻട്രിയാണ്. NCC സർട്ടിഫിക്കറ്റ് ഉള്ളവർക്ക് അപ്ലൈ ചെയ്യാം. അടുത്ത ഗേറ്റ് സ്കോർ എൻട്രിയാണ്. ഗേറ്റ് സ്കോർ ചെയ്തവർക്ക് അപ്ലൈ ചെയ്യാൻ സാധിക്കുന്ന വേക്കൻസിയാണത്. സോ റിക്രൂട്ട്മെന്റിലേക്ക് ഏജ് ലിമിറ്റ് ഫ്ലൈയിങ് ബ്രാഞ്ചിലേക്കാണെങ്കിൽ 24 വയസ്സ് വരെയും ഗ്രൗണ്ട് ഡ്യൂട്ടിയിലേക്കാണെങ്കിൽ 26 വയസ്സ് വരെയും അപ്ലൈ ചെയ്യാം. 2 ജൂലൈ 2001 1 ജൂലൈ 2007 ഈ ഡേറ്റ് ഉൾപ്പെടെ ജനിച്ചവർക്ക് അപ്ലൈ ചെയ്യാൻ സാധിക്കുന്നതാണ്. ഈ റിക്രൂട്ട്മെന്റിലേക്ക് പോസ്റ്റിന് ലഭിക്കുന്നത് ഫ്ലൈയിങ് ഓഫീസറായിട്ടാണ്. 56,100 മുതൽ 1,77,500 വരെ ബേസിക് സാലറി ലഭിക്കുന്നതാണ്. ഇത് കൂടാതെ അലവൻസും കാര്യങ്ങളും ലഭിക്കുന്നതാണ്. ലെവൽ 10 സാലറി സ്കെയിലാണ് വരുന്നത്. കൂടാതെ ധാരാളം അലവൻസുകളും ലഭിക്കുന്നതാണ്. സോ ഇപ്പോൾ വന്നിരിക്കുന്ന ഷോർട്ട് നോട്ടിഫിക്കേഷൻ ആണ്. ഉടനെ തന്നെ ഇതിൻ്റെ ഡീറ്റെയിൽ നോട്ടിഫിക്കേഷൻ റിലീസ് ആവുന്നതാണ്. സോ എയർഫോഴ്സിൽ സ്ഥിര ജോലിയൊക്കെ നോക്കുന്നവർക്ക് നല്ലൊരു അവസരമാണ്. കൂടാതെ കേരളത്തിൽ എക്സാമിനേഷൻ സെൻറ്റർ ഉണ്ട്. ഇതിൻ്റെ ഫർദർ അപ്ഡേറ്റ്സ് വരുമ്പോൾ ഇതിൻ്റെ ഒഫീഷ്യൽ നോട്ടിഫിക്കേഷൻ ഉടനെ തന്നെ റിലീസ് ആവുന്നതാണ്. ഒഫീഷ്യൽ നോട്ടിഫിക്കേഷൻ വരുമ്പം ഡീറ്റെയിൽ ആയിട്ടൊരു വീഡിയോ കൂടി ചെയ്യാം. എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യുക. താങ്ക്